ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നന്ദയുടെ ആൻറ്റിയെ പേരും കള്ളിയാക്കി ചിത്രീകരിച്ച് പിങ്കി വലിയ ആളായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ആ പാവമാണെന്നുണ്ടെങ്കിൽ സമനില തെറ്റിയതുപോലെ കിടന്ന് നെട്ടോട്ട് ഓടുക, താൻ കള്ളിയല്ല എന്ന് എല്ലാവരുടെയും മുന്നിൽ അവകാശപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കണ്ട് എന്താ പറയുന്നത്, ഒരു വികാരവും ഇല്ലാതെ സന്തോഷത്തോടു കൂടി പിങ്കി നിന്ന് ആസ്വദിക്കുന്നു. പിങ്കിയുടെ ഓരോ ചലനങ്ങളും നമ്മുടെ നന്ദ ശ്രദ്ധിക്കുന്നുണ്ട്. നന്ദയാണെന്നുണ്ടെങ്കിൽ ആൻറ്റിയെ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് എൻ്റെ ആൻറ്റി തെറ്റുകാരിയല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മുടെ ഗൗതം എന്താണെന്നൊന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ആൻറ്റിയാണ് തെറ്റുകാരി എന്ന് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പോലീസിനെ വിളിക്കാനും തീരുമാനിച്ചു. പെട്ടെന്ന് ഒരു രക്ഷകിയുടെ കവചമായിട്ട്, അല്ലെങ്കിൽ രക്ഷകിയുടെ വേഷം കെട്ടിക്കൊണ്ട് പിങ്കി രംഗത്തേക്ക് വന്നിരിക്കാം. എനിക്ക് പരാതിയൊന്നുമില്ല ഗൗതം, ഒരബദ്ധം പറ്റിയതായിരിക്കും, എന്തായാലും അത് നമുക്കെല്ലാവർക്കും മനസ്സിലായല്ലോ. പിന്നെ മാത്രമല്ല, ആ സ്വർണം എനിക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തല്ലോ. അതിനപ്പുറം ഇനിയിപ്പോൾ ഇവരെ കള്ളിയായിട്ട് പോലീസിൽ കൊടുക്കുകയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പാവം അത് ഓടി വന്നിട്ട്, പിങ്കി മോളെ, എന്നെ പോലീസ് കൊണ്ടുപോകില്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുക. എന്താ കാരണം, അതിന് പേടിയായിട്ട് അതിൻ്റെ സമനില തന്നെ തെറ്റിപ്പോയി. കാരണം ഒരു കള്ളി എന്നുള്ളൊരു ലേബല് അവരെല്ലാവരും കൂടെ വെച്ച് തലയിൽ കൊടുത്തിരിക്കുക. അതുകൊണ്ട് തന്നെ അപ്പോഴും ഇപ്പോഴും എപ്പോഴും ലക്ഷ്മി പറയുന്നത് ഇതിനകത്ത് ചതിയുണ്ട്, എന്തോ ഒരു കള്ളക്കളി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കേൾക്കാനോ അല്ലെങ്കിൽ അത് വിശ്വസിക്കാനോ ഒന്നും ആരും തയ്യാറാകാത്തത് വല്ലാത്തൊരു കഷ്ടം പിടിച്ചൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ആ ഒരു സംസാരവും അല്ലെങ്കിൽ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ പിങ്കി പറഞ്ഞതുകൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് അതായത് പിങ്കിയുടെ കാരുണ്യം, പിങ്കിയുടെ ദയയാണ് എന്നൊക്കെ പറഞ്ഞ് അരുന്ധതിയും അതുപോലെ തന്നെ മഹേശ്വരനും മോഹിനിയും ഇവരെല്ലാവരും കൂടി ചേർന്ന്, കണ്ടോ, ഏത് നേരവും പിങ്കിമോൾക്കില്ലാത്ത കുറ്റമില്ലല്ലോ ഇവിടെ ചെലളുമാർക്ക്. ഇപ്പോൾ അവളെയൊക്കെ രക്ഷിക്കാൻ പിങ്കിമോൾ തന്നെ വേണ്ടി വന്നു. പിങ്കിമോൾക്ക് പരാതിയൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അന്നേരം ബാക്കിയുള്ള കീടങ്ങളെല്ലാം കൂടി പറയാം. അപ്പോൾ പിങ്കിക്ക് വലിയൊരു ഇമേജ് കിട്ടി അവിടെ എല്ലാവരുടെയും മുന്നിൽ. അപ്പോഴും ലക്ഷ്മിയും നന്ദയും പിങ്കിയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ പിങ്കി ഇത് നല്ലപോലെ ആലോചിച്ചിട്ടാണോ പറയുന്നത്, നാളെ ഇത് മാറ്റി പറയരുതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗൗതം പറഞ്ഞപ്പം, ഇല്ല ഗൗതം, ഞാൻ എന്തിനു മാറ്റി പറയണം, ഞാൻ ഒരിക്കലും അങ്ങനെ മാറ്റി പറയില്ല, എനിക്ക് ഒരു പരാതിയില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞതാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു. ആ ഒരു കാര്യം മനസ്സുകൊണ്ട് വളരെയേറെ ആസ്വദിച്ച് പിങ്കി ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ പിങ്കിയാണ് രക്ഷിച്ചത് എന്നുള്ളൊരിതിൽ എല്ലാവരും അത് കാണുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ രാധികാൻ്റി ഞാൻ കട്ടിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോവുക. അങ്ങനെ മുറിയിലേക്ക് പോയ സമയത്ത് നമ്മുടെ നന്ദയാണെങ്കിൽ ആൻറ്റിക്ക് തണലായിട്ടും ആ ഒരു ഇതായിട്ട് ഇങ്ങനെ കൂടെ തന്നെ നിൽക്കുന്നു. നന്ദയ്ക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ ചതി നടന്നിട്ടുണ്ടെന്ന്. ഇവളോട് ഈ ഒരു വല്ലാത്ത ഒരു കാട്ടായൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി പിങ്കി എന്ന പെരുങ്കള്ളി ഇതിനകത്ത് എന്തോ ചെയ്തിട്ടുണ്ടെന്ന്. അത് ലക്ഷ്മിക്ക് മനസ്സിലായി. ഇവൾ തന്നെയാണ് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇവളെന്തോ കള്ളക്കളി നടത്തിയതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. എന്തായാലും പിങ്കിയാണ് കള്ളി എന്നുള്ള കാര്യം, മാലക്കള്ളി പിങ്കിയാണെന്ന് നമ്മുടെ ലക്ഷ്മിക്കും നന്ദയ്ക്കും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയത്ത് ഗൗതം ആണെങ്കിൽ ആകെ വിഷമിച്ച് റൂമിൽ പോയിരിക്കുന്നു. അപ്പോൾ രാധികാൻ്റിയെ മുറിയിലാക്കിയിട്ട് രാധികാൻ്റിയെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു നമ്മുടെ നന്ദ. ആൻറ്റി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അപ്പോൾ ഞാൻ കട്ടിട്ടില്ല നന്ദ മോളെ, ഞാൻ കട്ടിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ ആൻറ്റി ഒന്നും ചെയ്യില്ലെന്നുള്ള കാര്യം എനിക്കറിയാം, എൻ്റെ ആൻറ്റി വിഷമിക്കരുത്, ഒരിക്കലും എൻ്റെ ആൻറ്റി ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നു നമ്മുടെ നന്ദ. അങ്ങനെ നന്ദ ആൻറ്റിയെ റൂമിലാക്കിയിട്ട് ഇങ്ങനെ സ്വന്തം റൂമിലേക്ക് പോകുന്നു. അവിടെ വന്നപ്പോൾ ഗൗതം അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഗൗതം അങ്ങനെ ഇരിക്കുന്നു. ആൻറ്റി എന്തെന്ന് ചോദിച്ചു. ആൻറ്റിയെ ഞാൻ റൂമിലാക്കിയെന്ന് പറഞ്ഞു. ഗൗതം സാർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ, അവിടെ എൻ്റെ നാട്ടിൽ വന്ന് അവിടെ ജോലി ചെയ്ത് അന്നു മുതൽ ഇന്നു വരെ കാണുന്നതാണ് എൻ്റെ രാധികാൻ്റിയെ. എൻ്റെ രാധികാൻ്റി എങ്ങനെയാണെന്നും അല്ലെങ്കിൽ ഏത് തരം സ്വഭാവമുള്ള ആളാണെന്നും മറ്റാരേക്കാളും നന്നായിട്ട്, ഈ ഇന്ത്യവരത്തിൽ മറ്റാരേക്കാളും നന്നായിട്ട് സാറിന് അറിയാം. സാറ് വിശ്വസിക്കുന്നുണ്ടോ എൻ്റെ ആൻറ്റി മോഷ്ടിക്കുമെന്ന്, അല്ലെങ്കിൽ എൻ്റെ ആൻറ്റിക്ക് അതിന് കഴിയുമെന്ന്, എൻ്റെ ആൻറ്റി ഒരു കള്ളിയാകുമെന്ന്, അന്യൻ്റെ മുതൽ മോഷ്ടിക്കുന്ന ഒരു കള്ളിയാണ് എൻ്റെ ആൻറ്റി എന്ന് സാറ് വിശ്വസിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ, നന്ദ, ഇവിടെ തെളിവുകൾക്കാണ് സ്ഥാനം. ഞാനൊരു പോലീസ് ഓഫീസർ കൂടിയാണ്. ആ സ്ഥിതിക്ക്
തെളിവുകളും മുന്നിൽ കാണുന്നതുമൊക്കെയാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുക, അല്ലാതെ എൻ്റെ ധാരണകളെയല്ല. എൻ്റെ ധാരണകൾ വെച്ച് എനിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. നീതിമാനായ ഒരു പോലീസുകാരന് മുന്നിൽ കാണുന്ന തെളിവുകളെ സാക്ഷിയാക്കിയാണ് എന്തും ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ഇത്തവണ തെളിവുകളെല്ലാം അവർക്ക് എതിരായിരുന്നു. അവരുടെ ബാഗിൽ നിന്നെടുത്ത അല്ലെങ്കിൽ അവരുടെ മുറിയിൽ നിന്നെടുത്ത സ്വർണ്ണമാല, അതുപോലെ തന്നെ സാഹചര്യ തെളിവുകൾ എല്ലാം അവർക്കെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നിരപരാധിയാണെന്ന് എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ ഒരിക്കലും കഴിയില്ല. അവർ തെറ്റുകാരിയാണെന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതുമാത്രമല്ല, നിൻ്റെ ആൻറ്റി ആയതുകൊണ്ട് ഞാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇവിടെയുള്ളവരെല്ലാവരും അതൊരു വിഷയമാക്കിയെടുക്കും. അപ്പോൾ അവിടെ വീണ്ടും അത് പ്രശ്നമാകും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അവർ തെറ്റുകാരിയല്ല എന്ന് സത്യം തെളിയിക്കണം. അത് തെളിയിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തെളിയിക്കുക. എങ്കിൽ മാത്രമേ അവർ നിരപരാധിയാണെന്ന് മറ്റുള്ളവരെ നമുക്ക് വിശ്വസിപ്പിച്ചെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം ഗൗതം നന്ദയോട് പറയാം. അപ്പം നന്ദയ്ക്കറിയാം തൻ്റെ ആൻറ്റി മോഷ്ടിക്കില്ല എന്ന്. ഇതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് പിങ്കി പിശാചാണെന്നുള്ള കാര്യം. നന്ദ ഇത് വെറുതെ വിടാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. നന്ദ ഇത് കണ്ടു പിടിച്ചിരിക്കും, അതിന് യാതൊരു സംശയവും. അങ്ങനെ നമ്മുടെ ഗൗതത്തിനോട് നന്ദ പറഞ്ഞു, എൻ്റെ ആൻറ്റി ഒരിക്കലും മോഷ്ടിക്കില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് സത്യം തെളിയിച്ച് കുറ്റവാളിയെ ഞാൻ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ അവർക്കെതിരെ സാറ് നിയമപരമായ നടപടി എടുക്കുമല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗതം ഒന്നും മിണ്ടിയില്ല. സാറിനോടാണ് ഞാൻ ചോദിച്ചത്, സാറ് നിരപരാധിയായി എൻ്റെ ആൻറ്റിയെ വെറുതെ വിടില്ലേ എന്ന്. തീർച്ചയായും തെറ്റ് ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കാൻ ഒരു നീതിപീഠവും പറയില്ല. മറിച്ച് തെറ്റ് ചെയ്തവരെ, ആൻറ്റിയോട് ഈ ക്രൂരത മനഃപൂർവ്വം ആരെങ്കിലും ചെയ്തതാണെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതുക വേണ്ടാന്ന് പറഞ്ഞു. അപ്പം നന്ദയ്ക്ക് അത്രയും കേട്ടാൽ മതി. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദ അവിടെ നിന്ന് പോന്നു. ഗൗതം ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ച് നിൽക്കുന്നു. ഇതേ സമയം താഴെ എല്ലാവരും കൂടെ വട്ടമേശ സമ്മേളനം കൂടിയിരിക്കുകയാണ്. ആൻറ്റിയെ കുറ്റക്കാരിയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആൻറ്റിയെക്കുറിച്ച് മോശം പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും പിങ്കി അവിടേക്ക് വന്നു. ഇവരുടെയൊക്കെ സംസാരം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നാലും അവരിങ്ങനെ ചെയ്യുമെന്ന് ആര് വിചാരിച്ചു? കൂടെ നിന്ന് ഇതുപോലത്തെ പണിയൊക്കെ കാണിക്കുന്ന അവരെ സമ്മതിക്കണ്ടേ? അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും. അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം കണ്ടതുകൊണ്ട് മാത്രം ആരും അത് ശരിയാണ് എന്നുള്ളത് വിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു. ഇത് 100% ശരിയാണെന്നും അല്ലെങ്കിൽ രാധിക അത് മോഷ്ടിക്കുമെന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം രാധിക ഒരിക്കലും അത് ചെയ്യില്ല. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കള്ളക്കളി നടന്നിട്ടുണ്ട്. അത് 100% ഉറപ്പാണ്. ആ കള്ളക്കളി നടന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ കഥ ഇത്രയും വലിയ വഷളായിപ്പോയത്. എന്തായാലും സത്യം ഒന്നും ആർക്കും ഒളിച്ചു വെക്കാനായിട്ട് കഴിയില്ല. എന്നും അന്തിമ വിജയം സത്യത്തിന് തന്നെയായിരിക്കും. ആ സത്യം പുറത്തു വരുന്നതോടുകൂടി ചിലരുടെയൊക്കെ മുഖം മൂടി അഴിഞ്ഞു വീഴും. ആരാണോ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്, അല്ലെങ്കിൽ ആരാണോ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത്, അവരുടെ മുഖം മൂടി വലിച്ച് കീറേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ മുഖം മൂടി അഴിഞ്ഞു വീഴും. അങ്ങനെ ആ മുഖം മൂടി അഴിഞ്ഞു വീണാൽ ഇത്രയും വലിയൊരു ചതി ചെയ്ത് ആ മഹാപാപത്തിനെ ഒരു കള്ളിയാക്കി ചിത്രീകരിച്ച് ഇത്രയും സീൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഒരാളെ നന്ദമോള് വെറുതെ വിടുമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ഗൗതമോൻ വെറുതെ വിടുമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഒരിക്കലും ഇല്ല. അപ്പോഴേക്കും അരുന്ധതിക്ക് പിന്നെ അങ്ങനെ ഇപ്പോൾ ആര് ചെയ്യാനാ? അങ്ങനെ അവരെ കള്ളിയാക്കിയിട്ട് ഇവിടെ ആർക്ക് എന്ത് കിട്ടാനാ? ലക്ഷ്മിക്ക് അവരോടുള്ള താല്പര്യം വെച്ച് ചുമ്മാ എഴുതാപ്പുറം ഒന്നും വായിക്കാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞപ്പം ഞാനൊരു എഴുതാപ്പുറം വായിച്ചതല്ല അരുന്ധതി അടുത്തി. എനിക്ക് എഴുതാപ്പുറം വായിക്കേണ്ടതായ ഒരു കാര്യവും ഇല്ല. ഞാൻ സത്യമായ കാര്യമാണ് പറഞ്ഞത്. രാധികയെ കുരുക്കാൻ ആരോ ഇതിലകത്ത് കളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതിന് യാതൊരു സംശയമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞിട്ട് പിങ്കിയുടെ നേരെ ഇങ്ങനെ നോക്കി. അപ്പം പെരുങ്കള്ളി പിങ്കിയെ ഇവർക്ക് മനസ്സിലായി. അങ്ങനെ പിങ്കി അന്നേരത്തേക്കും പേടിച്ച് നിൽക്കുമോ, ദൈവമേ ഇനി സത്യം എങ്ങാനും തെളിയോ, ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്നെങ്ങാനും അറിഞ്ഞ പണി പാലും വെള്ളത്ത് കിട്ടുമല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആശാത്തി ചിന്തിക്കുക. കാരണം കിട്ടിയതാണെന്നുള്ള കാര്യം അറിയാം. അതിൻ്റെ പേടിയാണേ. അപ്പം അങ്ങനെ ആ ഒരു ആലോചനയും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പേടിച്ച് വിറച്ച് ആശാത്തി അവിടെ അങ്ങനെ നിൽക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് വന്നു. നന്ദ വന്നപ്പം പറഞ്ഞ് എല്ലാവരും ഒരു ചിരിയൊക്കെ. ഏതായാലും എൻ്റെ ആൻറ്റി കക്കില്ലെന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പുണ്ട്. ഇതിൻ്റെ പിന്നിൽ എൻ്റെ ആൻറ്റിയെ ചതിക്കാൻ ആരൊക്കെയോ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട്. അതാരായിരുന്നാലും അവരെ ഞാൻ മുന്നിൽ കൊണ്ടുവന്നിരിക്കും. അവരെ രംഗത്ത് കൊണ്ടുവരികയും ചെയ്യും. എൻ്റെ ആൻറ്റിയെ ശിക്ഷിച്ചതുപോലെ തന്നെ അവരെ ഞാൻ ശിക്ഷിപ്പിക്കുകയും ചെയ്യും. അതിനൊരു സംശയം വേണ്ട എന്ന് നമ്മുടെ നന്ദ പറയുമ്പോഴും പിങ്കിയുടെ കണ്ണ് കിടന്ന് ഇങ്ങനെ വെട്ടിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ ഓരോ സാഹചര്യങ്ങളിലും പിങ്കി എന്താണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ പിങ്കിയുടെ ചലനം എന്താണെന്ന് നല്ല വ്യക്തമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടാണ് അവിടെ നമ്മുടെ നന്ദ നിൽക്കുന്നത്. അങ്ങനെ നന്ദയ്ക്ക് വളരെ സമാധാനമായി. ഇനിയിപ്പോൾ ഒരുപാട് അന്വേഷിച്ചൊന്നും പോകണ്ട, ഇവളെ കേന്ദ്രീകരിച്ച് തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നുള്ളത്.
അങ്ങനെ എല്ലാവരും ഈ ഒരു ഇതിൽ നിൽക്കുമ്പോൾ നമ്മുടെ നന്ദ ഇങ്ങനെ അത് തന്നെ തറപ്പിച്ച് പറയുമ്പോൾ നന്ദ എല്ലാവരും കളിയാക്കുക. അപ്പം നന്ദ പറഞ്ഞു, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും ഞാൻ പറയും, സത്യം തെളിഞ്ഞു വരട്ടെ, ആ സമയത്ത് എല്ലാവരും ഇതേ വാക്കുകൾ തന്നെ നാളെയും പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഡയലോഗുകൾക്ക് ഒരു കുറവുമില്ലാതെ നന്ദ എല്ലാത്തിൻ്റെയും വാ അടപ്പിച്ചു വെച്ചു. അപ്പോൾ ലക്ഷ്മിയും പറഞ്ഞു, വേണം മോളെ, ആരാണോ തെറ്റ് ചെയ്തത് അവരെ തീർച്ചയായും മുന്നിൽ കൊണ്ടുവരണം, അങ്ങനെ അവരെ ഞെളിഞ്ഞു നടക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് എന്നുള്ളത്. അങ്ങനെ ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ നന്ദയും ലക്ഷ്മിയും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ച് ഈട്ടിവെട്ട് എപ്പിസോഡുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.